നമസ്കാരം. രാഗാമെട്രിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഗീതങ്ങളിൽ മലഹരി രാഗത്തിലുള്ള ശ്രീകടനാഥ എന്ന ഗീതം പഠിക്കുകയുണ്ടായി. എന്നാലിപ്പോൾ നമുക്ക് ശുദ്ധസാവേരി രാഗത്തിലുള്ള അനലേഖര എന്ന് തുടങ്ങുന്ന ഗീതം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ധീരശങ്കരാഭരണത്തിൻ്റെ ജനിരാഗമാണ്. സരി ഗമ പദനി സനി ധ പ മാഗരീസ. ഇതേ സ്വരങ്ങളാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഗാന്ധാരവും നിഷാദവും കട്ട് ചെയ്യുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കും. ഇവിടെ ശങ്കരാഭരണത്തിൽ ഋഷഭം ഓസിലേറ്റ് ചെയ്യുന്നത് ഗാന്ധാരത്തോട് ചേർന്നാണ്, അന്തരഗാന്ധാരത്തോട് ചേർന്ന്. സരീഗമ ഗാന്ധാരത്തിന്റെ സ്ഥാനമില്ലാത്തതിനാൽ സരീ എന്നുള്ളത് സരീ ടച്ച് ചെയ്തുള്ള രീതിയാണ്. അപ്പം സരീ സമ്മരി എന്ന് വരും. ഇവിടെ ഋഷഭം ഓസിലേറ്റ് ചെയ്യുന്നത് സായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മധ്യമത്തിലെത്തിയിട്ട് തിരിച്ച് രീതിയിലേക്ക് വരും. അപ്പം സമരീ രീ സരീ എന്നും പാടാം. പക്ഷെ അത് സ്ട്രേറ്റ് നോട്ടായി പോകും. സമരീ സരീ. അടുത്ത മധ്യമം മാ, ശുദ്ധമധ്യമം. ഇത് സ്ട്രേറ്റ് നോട്ടാണ്. സരി മാ റിപ്പമ റിപ്പമ മാ റിപ്പമ പ സരി മാ പ. ഇവിടെ ദൈവതം ഓസിലേറ്റ് ചെയ്യുന്നത് ഷഡ്ജത്തോട് ചേർന്നാണ്. അപ്പം പസദ എന്ന് വരും. പസദ പസദ ധ ധ സ സാധാ പ. ഡിസെൻഡിങ്ങിൽ വരുമ്പോൾ അസെൻഡിങ്ങിൽ നമ്മൾ പുഷ് ചെയ്ത് പാടുന്ന പോലെ ഗന്ധങ്ങൾ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പം അവിടെ സാധാ പ മാരി സ മാരി മാധരി. അവിടെ ദൈവതം ടച്ച് ചെയ്ത് പാടിയാൽ അത് മറ്റൊരു തരത്തിലുള്ള ഒരു ബ്യൂട്ടിയാണ്. അതായത് മാരി മാധരി സ മാരി സ മാരി മരി. അങ്ങനെ പാടാം. മാരി മാധരി സ. രാഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് പല വശങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. എന്നാൽ ചില നിയമങ്ങൾ പാലിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പാടാൻ ശ്രമിച്ചത്. മാരി മാരി സ. അനലേഖര കുഞ്ഞിപ്പോലത്തി. ഇതിന്റെ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. സകല ശാസ്ത്ര പുരാണങ്ങൾ നമ്മൾ പഠിച്ചാലും അവയ്ക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ അതെല്ലാം വെറുതെ ആയി പോകുമെന്നാണ് പറയുന്നത്. ഒരു ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന വെള്ളം ലീക്കായി പോകുന്നത് പോലെ നമ്മളുടെ ജീവിതം വ്യർത്ഥമായി പോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ താളം സെറ്റ് ചെയ്തിരിക്കുന്നത് തിശ്രജാതിയിലുള്ള ത്രിപുടതാളമാണ്. നമുക്കറിയാം, ത്രിപുടതാളം ഒരു സംഗീത വിദ്യാർത്ഥി ആദ്യമായിട്ട് പരിചയപ്പെടുന്ന താളമാണ് ത്രിപുടതാളം. അതായത് ഒരു ലഘുവും രണ്ട് ദ്രുതവുമുള്ള താളമാണ് ത്രിപുടതാളം. അത് ചതുരശ്രജാതിയിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് ആദിതാളം. നമുക്കറിയാമല്ലോ, 1 2 3 4 1 2 1 2. എന്നാൽ ഇവിടെ ഒരംഗം ലഘുവിൽ കുറയും. അപ്പോൾ 1 2 3 4 എന്നുള്ളത് 1 2 3 ആകും. അതാണ് തിശ്രജാതിയിലുള്ള ലഘു. 1 2 3 4 5 6 7 കൗണ്ടാണ് തിശ്രജാതി ത്രിപുടതാളത്തിനുള്ളത്. തിശ്രജാതി ത്രിപുടതാളത്തിന്റെ ഒരു പേരാണ് ശംഖതാളം. ശംഖതാളം 1 2 3 1 2 1 2. നമുക്കിതിന്റെ ഫസ്റ്റ് ഒരു അലങ്കാരം പാടി നോക്കാം. സരിമാ. സരി ഗ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സരിമായാകും. അപ്പോൾ സരിമാ സരിമാ പ രീമാ പ രീമാ പാധ മാ പാധ മാ പാധ സ സാധാ പ സാധാ പ മാ ധാ പ മാ ധാ പ മരി പാമരി പാമരി സ. ഈ അലങ്കാരം നമ്മളൊന്ന് എഴുതി വെച്ചതിന് ശേഷം താളമിട്ട് 1 2 3 കാലങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നമുക്കതിൻ്റെ പാറ്റേൺ കുറച്ച് നോക്കാം. ദ ദ പ
മപദ പ മപദ പമരി സരി പമരി സരി ദ ധ പ ധ രി പാമരി സ ദ ദ സ സരി രി മാമരി രി മരി സദ ദ ദ സ സരി രി രി ധ സ ദ സരി മ പ മ മ മാമരി രി മ മ മരി സരി ദ ധ സരി പാമരി സരി സരി മരി മ മരി മ പ പ ദ ധ പ പ മ മരി രി സ സ സരി മരി മ പ മ പ ധ പ ധ പ മ പ ധ ധ പ പ മ പ ധ ധ പ പ മ മ മ പ ധ മ ധ പ മ രി മ പ രി പ മ രി സരി മ സരി സ ദ ദ സരി സരി മ രി മ പ മ പ ധ ധ പ ധ ധ ധ ധ പ പ മ മ പ പ മ പ ധ മ പ ധ രി ധ പ ധ ധ സ ദ സ ധ പ ധ പ മ പ മ രി മ രി സ സരി മ രി മ പ മ പ ധ ധ പ ധ സ സ ധ ധ സ സ മ പ ധ സ രി മ പ ധ സ സരി മ പ ധ സ ധ സരി സ ധ ധ ധ സ സരി രി സ സ ധ ധ സരി സ ധ ധ സരി മ രി രി മ രി സ ധ സരി മ രി മ സരി ധ സരി മ രി 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 മ രി സരി മ പ മ രി സരി മ പ പ മ രി സരി രി മ രി സരി രി സരി രി ധ രി രി സ ധ സരി മ രി സ സരി ധ രി രി സ ധ സരി മ രി സ സരി രി ധ സ സ പ ധ ധ മ പ പ രി രി മ മ പ പ ധ ധ സ സരി രി ധ സരി മ രി
മരി സദ സ സാ സദ ദ പ പ മ പദ മ ദ പ രി മ പദ സദ പ സ സരി ദ ദ സ പ പദ മ മ പ ധ ധ സ പ പദ മ മ പരി രി മ സരി സരി മരി മ പ മ പ ധ പ പ ധ പ പ ധ പ പ ധ പ പ ധ പ. ഇതൊരു പാട്ടിൻ്റെ നോട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മെൻഷൻ ചെയ്യാം. സരി മ പദ സദാ മ പ മ പദ മരി രി മ പ മരി സ മരി ധ സ സരി പ മരി സ. ഇതും ഒരു പാട്ടാണ്. കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സ്വരങ്ങളും അതേപോലെ സാഹിത്യവും അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. നന്ദി, നമസ്കാരം.